നിന്നോട് ഇന്നലെ മുതൽ ഞാൻ പറയണതാ, ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കാതെ നീ എന്തേ കാണിച്ചു കൂട്ടണത്? അമ്മ സാഹചര്യയുടെ കാര്യമൊന്നും കൂടുതൽ പറയണ്ട കേട്ടാ, ഭയങ്കര സാഹചര്യം തന്നെ. എടുത്തെന്തിനു പോയി കഴിച്ചേടി? എനിക്ക് വേണ്ട. എന്നാ എന്റെ മോൾ അവിടെ ഇരിക്കുള്ളൂ കേട്ടാ, ഇവിടെ ഇരുന്നോളാം. നിനക്ക് എന്താടി ഇത്ര അഹങ്കാരം? എനിക്കാണ് അഹങ്കാരം ഇവിടെ ഇപ്പൊ. പിന്നെ അല്ലാതെ എന്താണ്? ഓരോന്ന് വാക്ക് പറയുമ്പോ ആലോചിക്കണം. എന്ത് വാക്ക്? നിന്നെ വിടാന്ന് പറഞ്ഞ് സമ്മതിച്ച് ഇപ്പൊ അതിനുള്ള പറ്റുന്ന സമയമല്ല. അതെന്ത് പറ്റാത്ത അമ്മക്ക് എങ്ങനെ അമ്മ പറയാൻ തോന്നുന്നു? കൂടുതൽ വർത്താനം പറയാതെ അടുക്കളയിൽ നിന്ന് പോയി എന്തെങ്കിലും എടുത്ത് കഴിച്ചോ. മനസ്സിലാവണ്ടേ? എത്രയെന്ന് വെച്ച് മനുഷ്യൻ പറഞ്ഞു കൊടുക്കും. ഇത്ര ആയതല്ലേ, പോത്ത് പോലെ വളർന്നില്ല ഇവിടെ. എടി മുത്ത, ഇവിടെ നിന്റെ ഡാഡി മാമൻ ഇല്ലാത്തോണ്ടല്ലേ പോകണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിഷയം ഇവിടെ ഇല്ല. അവരെന്നെ ഇവിടെ വന്ന് വിളിക്കാന്ന് പറഞ്ഞു, എന്നിട്ട് അമ്മയ്ക്ക് വിട്ടുകൂടെ? മോളെ എപ്പോഴും വീട്ടിന്റെ അകത്ത് ഇട്ടുതരാ. പറഞ്ഞാലും പെണ്ണ് 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 പെണ്ണ്. ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അമ്മ എനിക്ക്. നിനക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലേടി മുത്തേ? അങ്ങോട്ട് തിരിഞ്ഞാ പെണ്ണ്, അവിടെ പോയാ പെണ്ണ്, ഇവിടെ പോയാ പെണ്ണ്. പെണ്ണായിട്ട് ജനിക്കാനൊക്കെ കുറ്റമാണോ? ജനിക്കണ്ടായിരുന്നു പെണ്ണായിട്ട്. എടി ഇപ്പോഴത്തെ കാലം ഭയങ്കര മോശം, അതുകൊണ്ടാ പറയണത്. എന്റെ മാമി, ഈ കാലത്ത് വേറെ പെമ്പിള്ളാരൊന്നും ഒന്നും ചെയ്യണില്ലേ? ഇത്ര പെമ്പിള്ളാർ എന്തെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യണ്. വീട്ടിൽ പോണേല്ലേ? എടി നിന്നെ ഇവിടെ ഒന്നും ചെയ്യാതെ അടച്ചിട്ടേക്കുവാണ് മുത്തേ. ആണ് തന്നെ പറയണ കാര്യങ്ങൾ ഇവിടെ സാധിച്ചു തരാറില്ല. എന്തോന്നാ നിങ്ങൾ സാധിച്ചെന്ന് പറ. അങ്ങനെയൊന്നും പറയണ്ട. കണക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയൂടി? എങ്കിൽ ശരി, അവളെ അമ്മ അച്ഛനും ഇവിടെ വന്ന് എന്നെ വിളിച്ചോണ്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഇവര് സമ്മതിച്ചില്ല. ഡാഡി പ്രോമിസ് കൊടുത്തില്ല അവൾക്ക്. അവളുടെ ബർത്ത്ഡേ അല്ലേ, അവൾക്ക് വിഷമാവൂലേ ഞാൻ ചെന്നില്ലെങ്കിൽ? അപ്പൊ ഡാഡി അങ്ങോട്ട് കൊണ്ടുപോയി ആക്കാന്നല്ലേ പറഞ്ഞത്? മാമി, അത് അവര് വിളിച്ചോണ്ട് എന്താണ് ഡിഫറൻസ്? എത്ര നാളെ പിള്ളേരെ കണ്ടിട്ട് ഇന്ന് എല്ലാ പിള്ളേരും പോവും. അവരൊന്നും പെണ്ണല്ല. ഡാഡി വന്നിട്ട് എല്ലാവരുടെയും വീട്ടിലൊന്ന് കൊണ്ടുപോവാന്ന് പറഞ്ഞു. അതും പറ്റൂല, അവക്ക് ഇന്ന് തന്നെ പോണം. നിങ്ങളൊക്കെ നോക്കിക്കോ, ഞാൻ വലുതായി ഇവിടുന്ന് നല്ല ജോലി വാങ്ങിച്ച് വിദേശത്ത് പോയിട്ട് പിന്നെ ഒരു ജന്മത്ത് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. നോക്കിക്കോ, അപ്പോഴും പറഞ്ഞാൽ മതി ഇതൊക്കെ.